രാജ്യത്ത് ഭരണപരമായ അരാജകത്വത്തിൻ്റെ ഏറ്റവും നീചമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. BJPക്കായി ബില്ലുകൾ പാസാക്കാൻ ഭരണപക്ഷം നടത്തുന്ന നീക്കങ്ങൾ രാജ്യത്ത് ആശങ്കകൾ നിറയ്ക്കുകയാണ്. ഇപ്പോഴിതാ ഇലക്ട്രൽ ബോണ്ടിൽ സുപ്രീം കോടതി വിധിയെ മറികടന്നുകൊണ്ട് പണം സ്വന്തം അക്കൗണ്ടിലെത്തിക്കാനുള്ള പുതിയ നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് വഴി നേരിട്ട് ഫണ്ട് സ്വീകരിക്കാൻ ബില്ല് കൊണ്ടുവരികയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്ന കോർപ്പറേറ്റുകളെയും വ്യക്തികളെയും സഹായിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള സംവിധാനമായിരുന്നു ഇത്. 2013 UPA സർക്കാരിൻ്റെ കാലത്ത് ഈ പദ്ധതി അവതരിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് 2018 NDA സർക്കാർ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്ന് എങ്കിലും സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നായിരുന്നു ബോണ്ടുകളുടെ പ്രത്യേകത. ഇലക്ട്രൽ ട്രസ്റ്റുകളിൽ ഓരോ വർഷവും ലഭിക്കുന്ന സംഭാവനകളുടെയും അവ ഏതൊക്കെ പാർട്ടികൾക്ക് നൽകി എന്നതിൻ്റെയും കൃത്യമായ വിവരങ്ങൾ ട്രസ്റ്റുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണമെന്നാണ് ചട്ടം. ഇന്ത്യൻ കമ്പനികൾ, വ്യക്തികൾ, ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തികളുടെ അസോസിയേഷനുകൾ എന്നിവർക്ക് ഇലക്ട്രൽ ട്രസ്റ്റുകളിലേക്ക് പണം നൽകാം. ചെക്ക്, ബാങ്ക് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വഴി ആയിരിക്കണം ഇടപാടുകൾ. സംഭാവന നൽകുന്നവർ പാൻ കാർഡ് വിവരങ്ങൾ നിർബന്ധമായും നൽകണം. ടാറ്റ ഗ്രൂപ്പിൻ്റെ പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ്, മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ന്യൂ ഡെമോക്രാറ്റിക് ഇലക്ട്രൽ ട്രസ്റ്റ് എന്നിവയാണ് പ്രമുഖ ട്രസ്റ്റുകൾ. പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ് 915 കോടി രൂപ സംഭാവനയായി സ്വീകരിച്ചു. അതിൽ 914.97 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകി. ന്യൂ ഡെമോക്രാറ്റിക് ഇലക്ട്രൽ ട്രസ്റ്റ് 160 കോടി രൂപ സ്വീകരിച്ച് ആ തുകയും സംഭാവന ചെയ്തു. രാഷ്ട്രീയ ഫണ്ടിങ്ങിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇല്ലാതായതോടെ കൂടുതൽ സുതാര്യമായ ഇലക്ട്രൽ ട്രസ്റ്റുകൾ കോർപ്പറേറ്റുകളുടെ പ്രധാന ഇടമായി മാറിക്കഴിഞ്ഞു. ഇക്കഴിഞ്ഞ കാലയളവിൽ കോർപ്പറേറ്റ് സംഭാവനകൾ BJPയിലേക്ക് ഒഴുകിയെത്തിയത് എത്രത്തോളം എന്ന ഒരു കണക്ക് പുറത്തു വന്നിരുന്നു. 2024-25 സാമ്പത്തിക കാലഘട്ടത്തിൽ വിവിധ ഇലക്ട്രൽ ട്രസ്റ്റുകളിൽ നിന്നും BJPക്ക് ആകെ ലഭിച്ചത് 959 കോടി രൂപയാണ്. ഇത്രയും ഭീമമായ തുകയുടെ 83%, അതായത് 959 കോടിയിൽ 753 കോടി 60 ലക്ഷം രൂപ രാജ്യത്തെ വൻകിട വ്യവസായ ഗ്രൂപ്പായ ടാറ്റ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയാണ് BJPക്ക് ലഭിച്ചത്. മറ്റ് പ്രധാന ട്രസ്റ്റുകളായ മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ന്യൂ ഡെമോക്രാറ്റിക് ട്രസ്റ്റിൽ നിന്നും 150 കോടി രൂപയും BJPക്ക് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ടാറ്റ ഗ്രൂപ്പിൻ്റെ 2 സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾക്ക് BJP ഭരിക്കുന്ന ഗുജറാത്ത്, ആസാം സംസ്ഥാനങ്ങളിലെ യൂണിറ്റുകൾക്ക് 44,000 കോടിയിലധികം രൂപയുടെ ഭീമമായ സബ്സിഡി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ വൻ തുക BJPയിലേക്ക് എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. 2024 ഏപ്രിൽ പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ സാമ്പത്തിക സമ്പർക്കം നടന്നിട്ടുള്ളത്. സബ്സിഡി പ്രഖ്യാപനവും ട്രസ്റ്റ് വഴിയുള്ള സംഭാവനയും ഒരേ സമയത്ത് സംഭവിച്ചത് യാദൃച്ഛികമല്ല എന്ന് തന്നെയാണ് കരുതുന്നത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സംഭാവന ചെയ്യാൻ കമ്പനികൾക്കും വ്യക്തികൾക്കും സാധിക്കുന്ന ഒരു സംവിധാനം ഇലക്ട്രൽ ബോണ്ട് ട്രസ്റ്റുകൾ. ഈ സംവിധാനം വഴി രാഷ്ട്രീയ ഫണ്ടിങ്ങിൽ സുതാര്യമായ സാമ്പത്തിക ഇടപാടുകൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യം മുന്നിലുണ്ടായിരുന്നു. ട്രസ്റ്റുകളിൽ സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ പൊതുജനത്തിന് ലഭ്യമാണ്. എന്നാൽ ട്രസ്റ്റുകൾക്ക് ലഭിക്കുന്ന പണം അത് നൽകിയ കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് എന്ന വാദം നിലനിന്നിരുന്നു. ഈ ട്രസ്റ്റുകൾ വഴി ലഭിക്കുന്ന സംഭാവനകളിൽ പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റ് പോലുള്ളവരുടെ വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടുമില്ല. 2024 724 കോടി രൂപ നൽകിയിട്ടുണ്ട് എന്നത് ഇതിൻ്റെ ആഴം എത്രയെന്ന് വ്യക്തമാക്കുന്നു. ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചത് ശേഷമാണ് കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നത്. ഈ വിധി സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് രാഷ്ട്രീയ അഴിമതിക്ക് വഴിവെക്കുമെന്നും സുതാര്യത ഇല്ലാതാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ്. ബോണ്ടുകൾ നിലവിലുണ്ടായിരുന്ന കാലത്തും ഏറ്റവും കൂടുതൽ സംഭാവന കൈപ്പറ്റിയ പാർട്ടി BJP തന്നെയാണ്. ബോണ്ടുകൾ നിർത്തലാക്കിയതിനു ശേഷവും കൂടുതൽ സുതാര്യമായ സംവിധാനമെന്ന് കരുതപ്പെടുന്ന ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴി BJPക്ക് തന്നെയാണ് ഭൂരിഭാഗം കോർപ്പറേറ്റ് ഫണ്ടുകളും ഒഴുകിയെത്തിയിരിക്കുന്നത്. 2023-24 BJPക്ക് മാത്രം 1685 കോടി ലഭിച്ചിരുന്നു. ആ വരവിന് ശേഷവും ഈ ട്രസ്റ്റുകൾ വഴി ലഭിച്ച 959 കോടി രാജ്യത്തെ രാഷ്ട്രീയ ഫണ്ടിങ്ങിലെ അസന്തുലനാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പിൻ്റെ പ്രോഗ്രസീവ് ഇലക്ട്രിക്കൽ ട്രസ്റ്റ് വലിയ രീതിയിൽ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു.
2018-19 കാലഘട്ടത്തിൽ ആകെ സംഭാവനയുടെ ഏതാണ്ട് 75, അതായത് 356 കോടി രൂപയും BJPക്ക് ലഭിച്ചു. ഈ കാലയളവിലെ കണക്കുകളും നിലവിലെ കണക്കുകളും വിലയിരുത്തുമ്പോൾ ടാറ്റ ഗ്രൂപ്പ് പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾ സാമ്പത്തിക സഹായം ഭരണകക്ഷിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്ന രീതിയാണ് വെളിവാകുന്നത്. അതുമാത്രമല്ല, കടലാസ് പാർട്ടികൾ രൂപീകരിച്ച് BJP പണം തട്ടിയെന്ന വാർത്തയും ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് 10 കടലാസ് പാർട്ടികൾക്കാണ് ഗുജറാത്തിൽ തുടക്കം കുറിച്ചിരുന്നത്. ഈ പാർട്ടികൾക്ക് 2019-നും 2024-നും ഇടയിൽ സംഭാവനയായി ലഭിച്ചത് 1-2 കോടികളല്ല, 4300 കോടിയാണ്. ഇപ്പോൾ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ സാധാരണ നീക്കത്തിലൂടെ ഈ ബില്ല് കൊണ്ടുവരാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത്. ആരാണ് സംഭാവന നൽകുന്നതെന്ന് വ്യക്തമാക്കാത്ത ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടാണ് സുപ്രീം കോടതി ഇതിനു മുൻപ് ഇത് റദ്ദാക്കിയത്. ഇത് കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടിയായിരുന്നു. സുപ്രീം കോടതിയുടെ ഈ വിധിയെ മറികടക്കാനാണ് ഇപ്പോൾ പുതിയ ബില്ലിനായി കേന്ദ്ര സർക്കാർ നീക്കം പാർലമെൻറ്റിൽ ബജറ്റ് സമ്മേളനത്തിൻ്റെ 2ാം ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. 2ാം ഘട്ട സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കി പിരിയുമ്പോൾ മുന്നോട്ട് വെച്ച സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയവും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പും ശക്തമാകുന്നതിനിടയിലാണ് സർക്കാരിൻ്റെ ഈ നീക്കം. അത് പ്രതിപക്ഷത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ നടത്തുന്ന ഒരു നാടകമാണെങ്കിലും പ്രതിപക്ഷം ജാഗരൂകരാണ്. ഇന്ന് പശ്ചിമബംഗാളിൽ സന്ദർശനം നടത്തിയ ജ്ഞാനേഷ് കുമാറിനെതിരെ ശക്തമായ പ്രതിഷേധാഗ്നി കൊടുമ്പിരി കൊണ്ടു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു അവിടെ പ്രതിഷേധം അലയടിച്ചത്. ഇതിനിടയിലാണ് സഭയിൽ മമതാ ബാനർജി ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ കോൺഗ്രസ് അംഗീകരിച്ചത്. ഒപ്പുശേഖരണവും തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഓം ബിർളയ്ക്കെതിരെ സഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് കഴിഞ്ഞു. മുഹമ്മദ് ജാവേദ് പ്രമേയം അവതരിപ്പിച്ചു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ശക്തമായ പ്രമേയത്തെ പിന്താങ്ങി രംഗത്ത് വന്നു. വരും ദിവസങ്ങളിൽ ആദ്യഘട്ടത്തേക്കാൾ രൂക്ഷമായ പ്രതിഷേധങ്ങൾ സഭയിൽ കത്തിക്കയറുമെന്നാണ് അറിയുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം നിമിത്തം ഇന്ത്യയിൽ സംഭവിക്കുന്ന ആഘാതത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് സമാശ്വാസം നൽകുമെന്ന ചോദ്യവും സഭയിൽ ഉയർന്നു. മോദിയുടെ അടിയറവ് ഇന്ത്യയിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയായി കഴിഞ്ഞു. ഗാർഹിക വാണിജ്യ സിലിണ്ടറുകൾ വില വർദ്ധിപ്പിക്കുകയും ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുകയും കടുത്ത നിയന്ത്രണങ്ങൾ നിലവിൽ വരികയും ചെയ്യുന്ന സാഹചര്യം രാജ്യത്ത് വന്നു കഴിഞ്ഞു. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കണമെന്നും ജനത്തിന് ആശങ്കാജനകമായ സാഹചര്യം ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയം വ്യക്തമാക്കണമെന്നുമാണ് പ്രതിപക്ഷം ശബ്ദമുയർത്തി വാദിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ഈ കേന്ദ്ര സർക്കാർ ജനത്തിന് ജനോപകാരപ്രദമായ എന്ത് കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കാൻ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.